യേശുനാഥൻ്റെ ജ്ഞാനസ്നാനത്താൽ യേശുവിൻ്റെതായി തീർന്നിരിക്കുന്ന ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥൻ സ്നാപക യോഹന്നാനിൽ നിന്നും ജോർദാനിൽ വച്ച് സ്നാനം സ്വീകരിക്കുന്നു. 4 ഭാഗങ്ങളായി ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. സ്വയം അനുതാപത്തിൻ്റെയും മറ്റുള്ളവരെ അനുതാപത്തിലേക്ക് നയിക്കുന്നതിൻ്റെയും പ്രവാചകനാണ് സ്നാപകൻ. മറ്റു പ്രവാചകന്മാരിൽ നിന്നും വ്യത്യസ്തനായ ഒരു പ്രവാചകൻ. കാരണം മറ്റു പ്രവാചകന്മാരൊക്കെ ദൈവത്തെക്കുറിച്ച് പ്രവചിച്ചപ്പോൾ സ്നാപകൻ ദൈവത്തോടു കൂടെ നിന്ന് ദൈവത്തെ പ്രവചിച്ചു. സ്നാപകൻ്റെ പ്രവചനം ദൈവം ഏറ്റവും അരികെയുള്ള ദൈവത്തിനെ സ്പർശിച്ചുകൊണ്ടുള്ള പ്രവചനമാണ്. ക്രിസ്തു കൂടി നിനക്കൊപ്പം പങ്കാളിയാകുന്ന ഒരു വലിയ ജ്ഞാനസ്നാനത്തിൻ്റെ അനുതാപത്തിൻ്റെ പ്രവചനമാണ് സ്നാപകൻ നടത്തിയത്. നിന്റെ ജ്ഞാനസ്നാനം ക്രിസ്തു കൂടി പങ്കുചേർന്നിട്ടുള്ള ക്രിസ്തുവിലുള്ള ജ്ഞാനസ്നാനമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. 2. തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചും വ്യക്തമായും അറിയാമായിരുന്ന സ്നാപകൻ നമ്മെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വ്യക്തതയിലേക്ക് നയിക്കുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യം ക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയും ക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധവും ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനസ്നാനം വഴി നാം ക്രിസ്തു ദൗത്യത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ ദൗത്യം എന്നെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മുടെ ആത്മീയ നവീനതയെ നാം ബോധ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു വ്യക്തിയായി ക്രിസ്തുവിൽ രൂപാന്തരീകരിക്കപ്പെടേണ്ടതുണ്ട്. 3. യേശുനാഥൻ ജോർദാനിൽ സ്നാനം സ്വീകരിച്ചത് സ്നാപകന് വേണ്ടിയും നമുക്ക് വേണ്ടിയും യേശുവിന് വേണ്ടിയും ഇനിയും ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ പോകുന്ന ഓരോരുത്തർക്കും വേണ്ടിയും ആയിരുന്നു. ഓരോ ജ്ഞാനസ്നാനത്തിനും ഒരു നിയോഗമുണ്ട്. ഞാൻ സ്വീകരിച്ച ജ്ഞാനസ്നാനത്തിൽ എനിക്കുള്ള നിയോഗം എന്താണ്? എൻ്റെ യേശുവിനുള്ള നിയോഗം എന്താണ്? എൻ്റെ ജ്ഞാനമാതാപിതാക്കൾക്കും ഒരു നിയോഗം ഉണ്ടാകണം, ദൈവത്തിന് സമർപ്പിക്കുവാനായി. 4. സ്നാപകൻ്റെ നിയോഗത്തിൻ്റെ വലിപ്പമാണ് സ്നാപകൻ പറഞ്ഞത്. എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു, കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ജ്ഞാനസ്നാനം ക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ നിന്നും ഒഴുകി ഇറങ്ങുന്ന ജലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. നമ്മുടെ ക്രിസ്തു സ്നേഹത്തിലൂടെ ക്രിസ്തുവിന് വേണ്ടിയുള്ള നിയോഗം ജീവിക്കുന്ന മക്കളായി നാം മാറേണ്ടതുണ്ട്. വെള്ളത്തിൽ നിന്ന് കർത്താവ് കയറുമ്പോൾ സ്വർഗത്തിൽ നിന്നും വന്ന ദൈവപിതാവിൻ്റെ സ്വരം, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ വചനത്തിൽ നമ്മളും സ്നാപകനും ഇനി സ്നാനം സ്വീകരിക്കുവാൻ പോകുന്ന സർവരും ഉൾപ്പെട്ടിരിക്കുന്നു. പ്രിയരെ, നമുക്ക് ക്രിസ്തുവിൻ്റെതാകാം. ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളായ നാം ക്രിസ്തുവിൻ്റെ പുത്രീപുത്രന്മാരാണ്. ദൈവ മക്കളായി ദൈവത്തിൽ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു മഴയായി പുതുമഴയായി വന്നിറങ്ങി നീ, പിന്മഴയായി പേമാരിയായി പെയ്തിറങ്ങി നീ. ഒരു മഴയായി പുതുമഴയായി വന്നിറങ്ങി നീ, പിന്മഴയായി പേമാരിയായി പെയ്തിറങ്ങി നീ. വചനത്തിൻ മാറിയായി എൻ മനസ്സ്, കൃപയിൽ മാറിയായി എൻ ജീവന്. അഗ്നിയിൻ അഭിഷേകമായി
പ്രഘോഷിപ്പാൻ മേൽക്കുമേൽ ഭക്തിയെ വർദ്ധിപ്പാൻ സാക്ഷിയായി മാറുവാൻ വചനം പ്രഘോഷിപ്പാൻ മേൽക്കുമേൽ ഭക്തിയെ വർദ്ധിപ്പാൻ ശക്തമായി പ്രാർത്ഥിക്കുവാൻ ശത്രുവെ ജയിച്ചിടാൻ പുത്തനാം അഭിഷേകവും പകരെന്നിൽ നീ വചനത്തിൻ മാറിയാൽ എൻ മനസ്സിൽ കൃപയെ